അസ്നയെ പോലെ തന്നെ ഒരുപാട് സ്പെഷ്യലായ മറ്റൊരു വ്യക്തിയും കൂടെ നമ്മുടെ കൂടെ ഇന്നുണ്ട്. ആ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അർഹയായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹരിതയായിരിക്കും. അപ്പോൾ ഹരിതയ്ക്ക് കൊടുക്കുകയാണ് ബാറ്റൺ. അതെ, നമ്മുടെ കുടുംബാംഗമാണ്, പട്ടുറുമാലിലെ ഫൈനലിസ്റ്റ് ആണ് സഫാൻ. എന്തൊക്കെയുണ്ട് സഫാൻ വിശേഷം? വളരെ നല്ല വിശേഷം. പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് പോകുന്നു ഇങ്ങനെ. അതെ 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 പാട്ട് തന്നെയാണ് ഇപ്പം. കീബോർഡിസ്റ്റായിട്ടും ഹാർമോണിസ്റ്റായിട്ടും ഒക്കെ പോകുന്നു എല്ലാ രീതിയിലും. അതെ, ഒരു സംഗീത സംവിധായകനാകണമെന്നാണ് ആഗ്രഹം. അതെ, എല്ലാത്തിലും കൈകടത്താൻ ആഗ്രഹമുണ്ട്. അപ്പോ സബ് ജില്ലാ തലം മുതൽ തന്നെ അതെ ഉണ്ടായിരുന്നു. അസ്ന എന്നെ വിളിച്ചു, സബ് ജില്ലയിൽ തന്നെ വിളിച്ചിരിക്കുക വരണം. അവൾക്ക് കൂടി സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു നിന്ന സമയത്ത് തന്നെ. അപ്പോൾ സബ് ജില്ലയിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് വരെ എത്തി. സ്റ്റേറ്റിൽ ഇപ്പം അവൾ എ ഗ്രേഡും ഉണ്ട്. വളരെ നന്നായിട്ട് തന്നെ പാടി. നമ്മുടെ എന്താണെങ്കിലും പട്ടുറുമാൽ എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടാണല്ലോ. സഫാന് നല്ലൊരു ഗായകനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വഴക്ക് പറയുന്നത് എനിക്കറിയാം. 2 വരി പാട്ടും കൂടെ ആവാം. അപ്പോൾ 2 വരി പാട്ട്. നിഴലായെന്നുമെൻ തലയിൽ തലോടുന്ന നീല നിലാവിൻ്റെ കുളിർത്തിന്നലുപ്പ ബാല്യത്തിനോർമ്മകൾ മനസ്സിൽ തൂങ്ങി ബഹുദൂരം നടന്നു ഞാൻ ആ വഴിത്താരിയിൽ. നിഴലായെന്നുമെൻ തലയിൽ തലോടുന്ന നീല നിലാവിൻ്റെ കുളിർത്തിന്നലുപ്പ. വളരെ നന്നായിരുന്നു. ഇത് ഉപ്പ റൗണ്ടിൽ സ്വന്തമായിട്ട് സഫാൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. വളരെ നല്ല റെക്കഗ്നിഷൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.